അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ. നമുക്ക് മറക്കാറായിട്ടില്ല ആ മുദ്രാവാക്യം. അത് വെറും ഒരു മുദ്രാവാക്യമല്ല, ഒരു സമരപ്രഖ്യാപനവും ഒരു വെല്ലുവിളിയും കൂടിയാണ്. ആ വെല്ലുവിളിയുടെ ആന്തരാർത്ഥം വ്യക്തമാക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം NIA കോടതിയുടെ ഉത്തരവിൽ കൂടി പുറത്തു വന്നു. NIA കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച രേഖകളനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ എന്ന് പറഞ്ഞ സമാധാന ദൂതന്മാർ, ശാന്തി ഭടന്മാർ, ഗാന്ധിയന്മാർ കേരളത്തിൽ അവർക്ക് കൊലപ്പെടുത്തേണ്ടതായിട്ടുള്ള വർഗശത്രുക്കളുടെ ഒരു ചെറിയ ലിസ്റ്റ്, വലിയ ലിസ്റ്റൊന്നുമല്ല, ഒരു ചെറിയ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വെറും 950 പേരുടെ പേര് ഉണ്ടായിരുന്നുള്ളൂ. ആ ലിസ്റ്റ് സമയാസമയങ്ങളിൽ പരിഷ്കരിക്കാനും കൂടുതൽ പേരുകൾ കൂട്ടിച്ചേർക്കാനും ഒക്കെ ഉള്ള അവകാശം ആ സംഘടന നിലനിർത്തിയിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഈ കണ്ണി ചോരയില്ലാത്ത കേന്ദ്ര സർക്കാർ ഇവരുടെ സംഘടനയെ നിരോധിക്കുകയും അതിൻ്റെ നേതാക്കന്മാരെയൊക്കെ സംഘടന നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ തൂക്കിയെടുത്ത് ജയിലിൽ കൂടുന്നാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ പ്രവർത്തനം അല്പം ഒന്ന് മന്ദീഭവിച്ചിട്ടുള്ളത്. അതിനുമുമ്പ് വലത്തെ കാലും ഇടത്തെ കൈയും വെട്ടുക, അല്ലെങ്കിൽ ഇടത്തെ കാലും വലത്തെ കൈയും വെട്ടുക, ആളുകളുടെ കഴുത്ത് വെട്ടുക, വയറ് കുത്തിക്കീറി കൊലപ്പെടുത്തുക, തലയ്ക്ക് കൂടം കൊണ്ടടിച്ച് ഒറ്റയടിക്ക് ആളെ പരലോകപ്രാപ്തരാക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കലാകായിക പരിപാടികൾ നടത്തി ഈ സാംസ്കാരിക കേരളത്തിൻ്റെ എന്താണ് അങ്ങേയറ്റത്തെ ആദരവും അഭിനന്ദനവും ഏറ്റുവാങ്ങിയ ഒരു സംഘടനയായിരുന്നു. അവരുടെ ഉള്ളുകളികളാണ് ഇപ്പോൾ കുറേശ്ശെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റിൻ്റെ കാര്യമൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇപ്പോൾ കോടതി ഉത്തരവിൽ കൂടി അതിൻ്റെ ഒരു സ്ഥിരീകരണം കൂടി വന്നിരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഈ ഉത്തരവ് കൊണ്ട് കാര്യമൊന്നുമില്ല. ഹൈക്കോടതി ചെല്ലുമ്പോൾ അവിടെ ചില പ്രത്യേക ജഡ്ജിമാർ ഇവർക്ക് ജാമ്യം കൊടുക്കാനായിട്ട് പേന തുറന്ന് ടോപ്പ് അതിൻ്റെ അടിയിൽ കുത്തി കാത്തിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടുകാരാണോ, വരൂ ജാമ്യം കൊണ്ട് പോകൂ എന്ന് പറയുന്ന ചില ന്യായാധിപന്മാരെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുണ്ട്. ഞാനിപ്പോൾ അവരുടെ പേര് പറയുന്നില്ല. എന്തുവാട്ടെ, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പൗരാവകാശങ്ങൾ എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പോപ്പുലർ ഫ്രണ്ടുകാരായ പാവങ്ങൾ വെറുതെ ജയിലിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ ജഡ്ജിമാർക്ക് കവചിത വാഹനങ്ങളിൽ പിന്തുണയുണ്ട്, പോലീസിനെ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, മറ്റ് പലതുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെ പോലുള്ള ആളുകൾ വെറുതെ കൊതുകടിയും മൂട്ടകടിയൊക്കെ കൊണ്ട് ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കോടതികളുടെ സുചിന്തിതമായ നിലപാട്. മാത്രമല്ല, ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്ന് പറയാം. അതുകൊണ്ട് ജാമ്യം കൊടുക്കേണ്ടത് അനിവാര്യമായിട്ട് വരും. ഈ കൈവെട്ട് കേസിൽ ജീവപര്യന്തം വിധിച്ച ആളുകൾക്ക് വരെ കോടതി ജാമ്യം കൊടുത്തു. അപ്പോൾ അത്രയും ഒരു ദയാപരന്മാരായ ന്യായാധിപന്മാരുള്ള കോടതിയാണ് നമുക്കുള്ളത്. അതൊക്കെ സത്യത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും 950 പേരുടെ ലിസ്റ്റ് വന്നു. അതിൽ റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ജഡ്ജിമാരെയും കയ്യും കാലും വെട്ടാനായിട്ട് കഴുത്ത് വെട്ടാനൊക്കെ യാതൊരു മടിയില്ലാത്ത ആളുകളാണ് എന്നിവർ തെളിയിച്ചു. അപ്പോൾ ഈ ഹിറ്റ് ലിസ്റ്റിൻ്റെ കാര്യം നേരത്തെ തന്നെ പോലീസ് കേസിൽ തെളിവിൽ വന്നിട്ടുള്ളതാണ്. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്ന കേസിലും ഈ 15 പേർക്ക് വധശിക്ഷ ഉറപ്പാക്കിയത് ലിസ്റ്റ് പിടിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. ആ കൊല്ലേണ്ട ആളുകളുടെ ലിസ്റ്റ് നേരത്തെ കൂടി തയ്യാറാക്കി വെച്ചിരുന്നു, അതിനുവേണ്ട ആസൂത്രണം ചെയ്തിരുന്നു എന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു. ഈ പിടിക്കപ്പെട്ട ഒരു ധർമ്മഭടൻ്റെ കയ്യിൽ നിന്ന് ലിസ്റ്റ് പോലീസിന് കിട്ടി. DYSP അത് കൃത്യമായിട്ട് കോടതിയിൽ ഹാജരാക്കി. കോടതി അത് തെളിവായിട്ട് സ്വീകരിച്ചു. അങ്ങനെ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമല്ല, ലിസ്റ്റ് ഉണ്ടാക്കിയവരടക്കം ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾക്കും വധശിക്ഷ തന്നെ വിധിക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായതുമല്ല. ഈ NDF എന്ന സംഘടന എങ്ങനെയാണ് കേരളത്തിലുണ്ടായത്, അതിന് കാലാകാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പ്രോത്സാഹനം നൽകിയത്, എങ്ങനെയാണിത് കേരളത്തിൻ്റെ അതിരുകൾ വിട്ട് രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്കും പടർന്ന് പന്തലിച്ചത് എന്നും വലിയ ഗവേഷണ പാഠമൊന്നും കൂടാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇത് പറയുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണി, ഒരു പുണ്യപുരുഷനാണ്. അദ്ദേഹം ഈ SDPIയുടെ സ്ഥാപക ദിനത്തിൽ SDPIക്കാരിൽ നിന്ന് ലഡു സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൈരളി ചാനലിലും ഏഷ്യാനെറ്റ് പോലുള്ള ബൂർഷ്വ ചാനലുകളുമൊക്കെ വന്നത്. അദ്ദേഹം പറയുന്നത്, SDPIക്കാരെല്ലാം ആര് ലഡു കൊണ്ടുവന്നാലും ഞാൻ കഴിക്കും, എനിക്ക് പ്രമേഹ രോഗമൊന്നുമില്ല. SDPIക്കാർ കൊണ്ടുവന്നാലും കഴിക്കും, ഇനി പാകിസ്ഥാൻകാർ കൊണ്ടുവന്നാലും ഞാൻ കഴിക്കും. കാരണം എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട എല്ലാ ആളുകളും എൻ്റെ പ്രജകളാണ്. അവർ ലഡു കൊണ്ടുവന്നാൽ ലഡു കഴിക്കും, ജിലേബി കൊണ്ടുവന്നാൽ ജിലേബി കഴിക്കും, അവലോസ് ഉണ്ട കൊണ്ടുവന്നാൽ അവലോസ് ഉണ്ട കഴിക്കും. അങ്ങനെ യാതൊരു തരംതിരിവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുമ്പോൾ CPMകാർക്ക് എതിർക്കാൻ പറ്റുമോ? പത്തനംതിട്ടയിലുള്ള മുനിസിപ്പൽ ചെയർമാൻ
SDP പിന്തുണയോടാണ് ഭരിക്കുന്നത്. സഖാവ് സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് SDP വോട്ട് മേടിച്ചിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവ തുർക്കിയാണല്ലോ, ഊതാന്തിൻ്റെ റോള് വരെ അഭിനയിക്കാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹം പാലക്കാട്ട് ജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയഘോഷയാത്ര തുടങ്ങുന്നതിന് മുമ്പ് SDP പാലക്കാട്ട് പ്രകടനം നടത്തി. ജയിച്ചേ വിജയിച്ചേ വിജയിച്ചേ, നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് സംഗതി. സണ്ണി ജോസഫിനോട് ചോദിച്ചാൽ പറയും അദ്ദേഹം പേരാവൂർ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിക്കായിരുന്നു SDP പിന്തുണ. കാരണം സണ്ണി ജോസഫിനേക്കാളും അവർക്ക് താല്പര്യം മറ്റേ സ്ഥാനാർത്ഥിയോടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തമാശകൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട്. കാലാകാലങ്ങളിൽ LDFൻ്റെയും UDFൻ്റെയും ഒക്കെ പിന്തുണ ഇവർക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പാലക്കാട്ട് ഇങ്ങനെ അക്രമം നടത്തിയതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടം പരസ്യമായിട്ട് ഇവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കണ്ടു. ആലപ്പുഴയിൽ പ്രകടനം നടത്താനായിട്ട് എത്രയോ കാലമായിട്ട് VS ഭരിക്കുന്ന കാലം മുതൽ തന്നെ SDP പ്രകടനത്തിന് അനുവാദം നൽകിയിരുന്നില്ല. ആലപ്പുഴയിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ ഈ കുന്തിരിക്കം വാങ്ങിച്ച് എന്ന മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്താൻ അനുവാദം കിട്ടിയത്? അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായിരുന്നു. തൃക്കാക്കരയിലുള്ള പോപ്പുലർ ഫ്രണ്ടുകാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആലപ്പുഴയിൽ പ്രകടനം നടത്താനായിട്ട് അനുവാദം കൊടുത്തത്. ഇരട്ട കൊലപാതകം കഴിഞ്ഞ് ദിവസങ്ങൾ പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലെയുള്ള വിധ്വംസക ശക്തികളെ പാലൂട്ടി വളർത്തുന്നത്. ഇപ്പോൾ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ള ആളുകളല്ല ഇനിയും ഹിറ്റ് ലിസ്റ്റ് പരിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ പേരതിൻ്റെ അത് ഉൾപ്പെടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ജനാധിപത്യം വിജയിക്കട്ടെ, മതേതരത്വം പൂത്തുലയട്ടെ. ഇത് പറയുമ്പോഴാണ് ജൂലൈ 2-ാം തീയതി വരുന്ന ദിവസമാണ്. അന്ന് നമ്മുടെ അഭിമന്യുവിൻ്റെ എത്രാമത്തെയോ ചരമവാർഷികമാണ് ഞാൻ ഇന്നലെ ജില്ലാ കോടതി പോകുമ്പോൾ കണ്ടത്. അവിടെ മഹാരാജ് കോളേജിൻ്റെ ഭിത്തിയിലൊക്കെ അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനം ജൂലൈ 2 എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാവം അഭിമന്യു, പുള്ളി ഇതൊക്കെ കണ്ട് പരലോകത്തിരുന്ന് പുഞ്ചിരിക്കുന്നുണ്ടാവും എന്നെനിക്ക് തീർച്ചയാണ്. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.